ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു കുക്കിംഗ് വ്ളോഗ് കാണാൻ കേട്ടോ. നല്ല അടിപൊളി കൂന്തൽ കിട്ടിയ ദിവസമാണേ. അതായത് എൻ്റെ അമ്മക്ക് മീൻ വെച്ചിട്ടുണ്ടോയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ അമ്മയുടെ എപ്പോഴും പറയും, അമ്മ കൂന്തലുണ്ടെങ്കിൽ പറയണേ, കൂന്തലുണ്ടെങ്കിൽ കൊണ്ടു തരണേ, കൂന്തലുണ്ടെങ്കിൽ എടുത്ത് വെച്ചേക്കണേ, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ അമ്മക്ക് നല്ല വലിയ ഫ്രഷ് കൂന്തൽ കിട്ടിയപ്പോഴേക്കും അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, കൂന്തലുണ്ട്, വന്നോ കൊണ്ടുപോയിക്കോ. അപ്പോൾ നമ്മൾ വേഗം തന്നെ ചെന്ന് കൂന്തലും പിന്നെ അത്യാവശ്യം കുറച്ച് നല്ല പച്ച ചാളയുണ്ടായിരുന്നു, അതും കൂടി എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വെക്കണതെന്ന് നമുക്ക് കാണാം. അപ്പോൾ എനിക്ക് ഇത് ക്ലീൻ ചെയ്യാനൊക്കെ അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. ചാള വെട്ടാൻ അറിയാവേ, ചാള പണ്ട് മുതലേ എനിക്ക് ചാള വെട്ടാനും ക്ലീൻ ചെയ്യാനൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷെ കൂന്തൽ ക്ലീൻ ചെയ്യാൻ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോഴേക്കും അവിടെ നിന്ന് എനിക്ക് എൻ്റെ അമ്മയും എനിക്ക് പഠിപ്പിച്ചു തന്നു. അങ്ങനെ അമ്മച്ചിയാണ് എനിക്ക് കൂന്തൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്യണത് എന്നൊക്കെ പഠിപ്പിച്ചു തന്നത്. അതിൻ്റെയൊക്കെ മഷി പൊട്ടാതെയൊക്കെ എങ്ങനെ എടുക്കണം, പൊളിച്ചെടുക്കണം എങ്ങനെയാണെന്നൊക്കെ പഠിപ്പിച്ചു തന്ന അമ്മയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ പോയിട്ട് ഈ ചാളയും അതുപോലെ തന്നെ ഈ കൂന്തലും ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി നല്ല സൂപ്പറാക്കി എടുത്തിട്ട് വരാം. അങ്ങനെ വേഗം തന്നെ ഞാൻ പോയിട്ട് കൂന്തലും ക്ലീൻ ചെയ്തു, ചാള അതുപോലെ വെട്ടി നല്ലതായിട്ട് വരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ചാള ഞങ്ങൾ കറി വെക്കാനാണെങ്കിലും വറക്കാനാണെങ്കിലും വരഞ്ഞെടുക്കും കേട്ടോ. ചിലർ വറക്കാനാണെങ്കിൽ മാത്രമല്ലേ വരയുള്ളൂ. ഞങ്ങൾ കറിക്കാണെങ്കിലും വരഞ്ഞെടുക്കുവേ. നല്ല മുട്ടയുള്ള ചാളയായിരുന്നു കേട്ടോ. പിന്നെ കൂന്തലും നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റണ്ടായിരുന്നില്ല. പിന്നെ ഇച്ചായൻ വന്ന് ഹെൽപ്പ് ചെയ്ത് നന്നായിട്ട് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ഈ കൂന്തലൊന്ന് വേവിക്കാൻ വെക്കണം. അതിന് കുക്കർ എടുത്തിട്ട് കുക്കറിലേക്ക് ഈ കഴുകി വാരി വെച്ചേക്കുന്ന കൂന്തൽ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്കുണ്ടല്ലോ കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ട് കുറച്ച് വെള്ളം, അത് എൻ്റെ ഒരു ധൈര്യത്തിന് ഒഴിക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് വെള്ളം, ഒരു തുള്ളി വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ഒരു വിസിൽ അടുപ്പിച്ചാൽ മതി. അത് വെന്തിട്ടുണ്ടാവേ. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാമേ. പിന്നെ ഈ കൂന്തൽ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണത് ഞാനല്ലാട്ടാം, ഇച്ചായനാണേ. കാരണം നോൺ വെജൊക്കെ ചെയ്യാനായിട്ട് ബെസ്റ്റ് ഇച്ചായൻ തന്നെയാണ് കേട്ടോ. പച്ചക്കറിയൊന്നും വെക്കാൻ അറിയില്ല, പക്ഷെ നോൺ വെജ് വെക്കാനായിട്ട് അടിപൊളിയാണ്. ആളൊരു കില്ലാടി തന്നെ. എന്ത് കൊടുത്താലും, ചിക്കൻ, മട്ടൻ, ബീഫ് എന്ത് കൊടുത്താലും, അതുപോലെ പോർക്കിൻ്റെ ഒരു ഐറ്റം ഉണ്ടല്ലോ, എന്തായിരുന്നു, അയ്യോ മറന്നില്ല, ചില്ലി പോർക്കൊക്കെ വൻ ഹിറ്റാണ് ഇച്ചായൻ്റെ. പിന്നെ എന്തിട്ടാണ്, എന്ത് കൊടുത്താലും, സീ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും, പിന്നെ നമ്മുടെ എന്താണെങ്കിലും മീനാണെങ്കിലും എന്താണെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞു കൊടുക്കുക, അതുപോലെ തന്നെ പാത്രമൊക്കെ അടുപ്പിച്ച് കൊടുക്കുക, അതൊക്കെയാണ് എൻ്റെ പണി മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാനിന്ന് 2 കറിയും കേട്ടോ, അതായത് ചാള മാങ്ങയിട്ട് മുളകിട്ട് വെക്കാനായിട്ടുള്ളതും പിന്നെ ഈ കൂന്തലിലേക്കും ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് നന്നായിട്ട് അരിഞ്ഞൊക്കെ ഞാൻ കൊടുക്കണേ കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ പണിയെ. ഈ വക കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഭയങ്കര സിങ്കാണ് കേട്ടോ. അതായത് ഫുഡ് കഴിക്കാനും ഫുഡ് ഉണ്ടാക്കാനും ഞങ്ങൾ തമ്മിൽ നല്ല മാച്ചാണ്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളത് നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കീരിയും പാമ്പും പിന്നെ അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഫുഡ് കഴിക്കാനും ഫുഡ് ഉണ്ടാക്കാനും ഞങ്ങൾ നല്ല പാർട്ട്നേഴ്സാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ വേഗം തന്നെ കുറച്ച് പച്ചക്കറി എന്തെങ്കിലും വേണമല്ലോ എന്ന് ഓർത്ത് കുറച്ച് കോവയ്ക്കൊക്കെ എടുത്ത് കഴുകി സെറ്റാക്കി ഇടാം. അപ്പോഴാണ് ഓർത്ത് ഒരു പ്രധാനപ്പെട്ട ഐറ്റം നമ്മൾ എടുത്തില്ലാന്ന്, തേങ്ങക്കൊത്ത് ഇല്ലാത്ത കൂന്തൽ റോസ്റ്റാണ്. നല്ല കാര്യമായി. പിന്നെ വേഗം തന്നെ പോയി നോക്കിയപ്പോഴേക്കും ഒരു മുറി തേങ്ങ ഉണ്ടായിരുന്നു. ഞാൻ ഓടിപ്പോയി എടുത്തിട്ടുണ്ടെന്ന് ഇങ്ങനെ കൈ വെച്ച് ആദ്യം ചെയ്യാൻ നോക്കി, അപ്പോൾ മനസ്സിലായി കൈ മുറിയുമെന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ താഴത്ത് വെച്ച് സെറ്റാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ കൊത്തൊക്കെ എടുത്ത് സെറ്റാക്കി കൊടുത്ത് കേട്ടോ. അങ്ങനെ ഞാൻ ആ കോവയ്ക്കയും കൂടിയൊക്കെ ഒന്ന് അരിഞ്ഞൊക്കെ എടുത്ത് കേട്ടോ. പിന്നെ കൂന്തൽ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അരിഞ്ഞ് സെറ്റ് ചെയ്ത് പൊടികളും എല്ലാ സാധനവും റെഡിയാക്കി കൂന്തൽ വേവിച്ചതൊക്കെ എടുത്ത് വെച്ച് കൊടുത്ത് കേട്ടോ. അപ്പോഴേക്കും ചാളക്കറി ഇവിടെ അങ്ങനെ നല്ല പച്ച വാങ്ങിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചാള മുളകിട്ട് നന്നായിട്ട് വെട്ടി തിളച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. ഓൾമോസ്റ്റ് കറി സെറ്റായിട്ടുണ്ടേ. നമുക്കിനി കൂന്തൽ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഇച്ചായൻ ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചൂടായപ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ നല്ല നാടൻ വെളിച്ചെണ്ണ കേട്ടോ. നമുക്കിവിടെ അടുത്ത് തന്നെയുള്ളൊരു മില്ലിൽ നിന്ന് വാങ്ങിക്കണേ. അതുകൊണ്ട് നല്ല നാടൻ വെളിച്ചെണ്ണ കേട്ടോ, നല്ല ടേസ്റ്റാണത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ആ തേങ്ങാക്കൊത്തില്ലേ അതാണ് ഇട്ട് കൊടുക്കണത്. തേങ്ങാക്കൊത്തൊന്ന് ജസ്റ്റ് ആ വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണുണ്ടേ. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സവാളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അകത്തേക്ക്.
എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. സവാളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. സവാളയും ആ തേങ്ങാക്കൊത്തും എല്ലാം കൂടി കിടന്നൊന്ന് നന്നായിട്ട് ആ എണ്ണയിൽ വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ഇടാം. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ഉപ്പങ്ങട് ഇട്ട് കൊടുക്കണമെങ്കിൽ നന്നായിട്ടത് വഴണ്ട് വന്നോളുവേ. എൻ്റെ ചീനച്ചട്ടി ഭയങ്കര ചെറുതാണ് കേട്ടോ. കാരണം ഞാൻ ഓരോ പ്രാവശ്യം പാത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ എടുക്കുമ്പോൾ ചെയ്യാൻ പറയും, എടി നമ്മളല്ലേ ഉള്ളൂ, ചെറിയ പാത്രം മതി, നമ്മളല്ലേ ഉള്ളൂ, ചെറിയ കലം മതി, നമ്മളല്ലേ ഉള്ളൂ, ചെറിയ ചീനച്ചട്ടി മതി, ഇങ്ങനെ പറഞ്ഞ് എല്ലാം ചെറുതാണ് മേടിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വാങ്ങിപ്പിച്ച ചെറിയ ചീനച്ചട്ടിയാണിത്. അപ്പോൾ ഇതിൽ കറി വെക്കുമ്പോൾ ഞാൻ എപ്പോഴും ആ ഒരു കാര്യം സ്മരിക്കാറുണ്ട്. തൊട്ടപ്പുറത്ത് നമ്മുടെ ചാളക്കറി നന്നായിട്ട് തിളക്കണം കേട്ടോ. തിളച്ചൊരിത്തിരിയും കൂടി പറ്റിയാൽ മതി, അപ്പം തന്നെ നമുക്ക് ഇറക്കാവേ. അങ്ങനെ സവാളയൊക്കെ നന്നായിട്ട് നന്നായിട്ട് വഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇല്ലേ, എന്നോട് ചിലർ ചോദിച്ചായിരുന്നു കേട്ടോ, നീ എന്താ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇടാഞ്ഞെന്ന്. അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇടാഞ്ഞത് കാരണം ആദ്യത്തെ എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് എന്തായാലും എൻ്റെ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മളുടെ ചാനൽ ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ അല്ല, എന്നാലും ഒരു എന്താണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ഒരു ലൈഫ് സ്റ്റോറിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഉറപ്പായിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അങ്ങനെ സവാള പകുതി ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് തക്കാളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചാളക്കറിയൊക്കെ സെറ്റായി അതിൻ്റെ പുറത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തേ. അപ്പോൾ ഇനി ബാക്കി ഗോവയ്ക്ക വെക്കണമല്ലോ. അപ്പോൾ ഗോവയ്ക്കയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഗോവയ്ക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ഗോവയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി സെറ്റ് ചെയ്തൊന്ന് വെക്കാം. എന്നിട്ട് ആവിയിൽ നന്നായിട്ട് അതിരുന്നൊന്ന് വേകട്ടെ. അപ്പോഴേക്കും നമുക്ക് കൂന്തൽ റോസ്റ്റിൻ്റെ ബാക്കി പരിപാടിയിലോട്ടൊക്കെ പോവാം. ഇത് കണ്ടില്ലേ, എന്തൊരു ഒത്തൊരുമൈ. ഞാൻ ഗോവയ്ക്ക് ഇളക്കുന്നു, ഇച്ചായൻ സവാള ഇളക്കുന്നു, ഞാൻ ഗോവയ്ക്ക് ഇളക്കുന്നു, ഇച്ചായൻ സവാള ഇളക്കുന്നു. കണ്ടില്ലേ ഞങ്ങളുടെ ഒരു ബോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. അങ്ങനെ ബാക്കി നമുക്ക് കണ്ടോ നമ്മുടെ ചാളക്കറിയൊക്കെ അടിപൊളി സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി പൊടികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഗോവയ്ക്കൊക്കെ ഞാൻ ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കണം. അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഗോവയ്ക്ക ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ഇവിടെ പൊതുവേ അങ്ങനെ എല്ലാവർക്കും ഗോവയ്ക്കനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഇച്ചായനൊരു ഗോവയ്ക്ക ഹേറ്ററാണേ. പക്ഷേ എനിക്കാണ് ഇവിടെ ഗോവയ്ക്ക ഇഷ്ടം. അപ്പോൾ ഞാനാണ് മേടിക്കണത് മെയിനായിട്ട്. അങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ കുറച്ച് സവാളയ്ക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രം ഇട്ടാൽ മതി. കാരണം നമ്മുടെ കൂന്തലിൽ ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പം ബാക്കിയും പിന്നെ ഇടേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ. മുളക് പൊടി ഇവിടെ ഈ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാല ആവശ്യത്തിനുള്ള ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറണ വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. അങ്ങനെ നമ്മുടെ ഈ ഒരു സമയത്തുണ്ടല്ലോ ഈ മസാലപ്പൊടിയൊക്കെ കട്ട പിടിച്ചങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ കൂന്തൽ വേവിച്ച വെള്ളം ഉണ്ടാവുമല്ലോ, അത് ശകലം അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുമ്പോഴേക്കും നല്ല പേസ്റ്റ് പരുവത്തിലായിട്ട് കിട്ടുവേ. പിന്നെ നമുക്ക് വേഗം തന്നെ ഈ കൂന്തൽ വേവിച്ച് വെച്ചേക്കണത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കൂന്തൽ ഫ്രൈ അല്ല റോസ്റ്റ്, നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഒരുവിധം സെറ്റായിട്ടുണ്ടാവുക. പിന്നെ ഈ സമയത്ത് ഉപ്പുണ്ടാകുന്ന നോക്കണം കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ സവാളയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് നോക്കിയാൽ മതി ഉപ്പുണ്ടാകുന്നുള്ളത് കേട്ടോ. പിന്നെ ഇടയ്ക്ക് കോവയ്ക്കയും കൂടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കൂന്തൽ റോസ്റ്റിൻ്റെ ഫൈനൽ സ്റ്റേജാണ് കേട്ടോ. നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി അതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വരട്ടി എടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം കൂടി ഒന്ന് തിളച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇച്ചായൻ്റെ സ്പെഷ്യൽ തേങ്ങ കൊത്തിട്ട് വരട്ടിയ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഗോവയ്ക്കയും കൂടി കുറച്ച് ഒന്ന് വഴറ്റിയെടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടിയിട്ടൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് കേട്ടോ. പിന്നെ കൂന്തൽ റോസ്റ്റ് ആണെങ്കിൽ ഞാൻ ഈ ഒരു റെസിപ്പിയിൽ മാത്രമേ ഇന്ന് വരെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. വേറൊരു റെസിപ്പിയിൽ ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ നിങ്ങൾ അതുപോലെ എന്തെങ്കിലും വേറെ റെസിപ്പിയിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കൂന്തൽ റോസ്റ്റും അതുപോലെ തന്നെ മാങ്ങയിട്ട് വെച്ച ചാള മുളകിട്ടതും അതുപോലെ ഗോവയ്ക്ക മെഴുക്കുരട്ടിയും എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ കുറച്ച് ചൂട് ചോറും എടുത്ത് നല്ല ചാളക്കറിയൊക്കെ ഒഴിച്ച്
കൂന്തൽ റോസ്റ്റൊക്കെ സൈഡിൽ വെച്ച് സൈഡിൽ കുറച്ച് കോവക്ക മെഴുക്കുവരട്ടിയും കൂടി വെച്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാവേ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എന്താണെന്ന് പറയണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.